ഓം ശാന്തി. പലപ്പോഴും പല വലിയ കമ്പനികൾക്ക് പോലും തകർച്ചയുണ്ടാവാൻ കാരണം തെറ്റായ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ടല്ല, അവരുടെ തീരുമാനം വന്നത് വളരെ വൈകിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തെറ്റായ തീരുമാനം എടുത്താലും വിരോധമില്ല, തീരുമാനമെടുക്കാൻ വൈകിക്കരുത്, എടുക്കാതിരിക്കരുത്. യഥാർത്ഥ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു ക്വാളിറ്റിയാണ്. എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും. നിരന്തരമായി ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ബുദ്ധിയെ പൂർണ്ണമായി ഏകാഗ്രമായിട്ട് അൺബയാസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ, ഭഗവാന്റെ ഓർമ്മയുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, അക്യൂറേറ്റ് ഡെസിഷൻ അക്യൂറേറ്റ് ടൈമിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്രയ്ക്കൊക്കെ ആവാൻ കുറച്ച് കാലത്തെ സമയമെടുക്കുമായിരിക്കും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, തീരുമാനമെടുക്കാൻ വൈകിച്ച് തീരുമാനമെടുക്കാത്തതിൻ്റെ പേരിൽ നഷ്ടം ഉണ്ടാവരുത്. ഒരു തെറ്റായ തീരുമാനത്തെ വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാം, എന്നാൽ തീരുമാനമെടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥേനെ ഒരിക്കലും പിന്നീട് നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ മുന്നിൽ ഇന്ന് നമ്മുടെ ലോകം കണ്ടിട്ടുള്ള നല്ലൊരു ലീഡർമാരിൽ ഒരാളാണ് രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ വാക്ക് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ടുള്ളൊരു കേസ് കഴിഞ്ഞ ശേഷം അദ്ദേഹം കൊടുത്ത ഒരു കോട്ടിങ്സ് ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ തെറ്റായ തീരുമാനം എടുക്കുന്നതിൽ വിഷമിക്കുന്നില്ല, അതേസമയം ഞാൻ എടുത്ത തീരുമാനത്തെ ശരിയാക്കുന്നതിലാണ് എനിക്ക് വിശ്വാസം എന്ന്. അഥവാ എന്തെങ്കിലും അബദ്ധമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ശരി വരെ ആക്കും വരെ നിരന്തരമായിരിക്കുന്ന ഹാർഡ് വർക്കിംഗ്, അറ്റൻഷൻ, കെയറിങ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു ടീമിനെ നയിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുമ്പോൾ, ആ തീരുമാനം ശരിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതാണ് ശരിക്കും ഒരു നല്ല ലീഡറുടെ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുക. ടാറ്റയുടെ ഒരു കാലത്തെ തീരുമാനമായിരുന്നു ജാഗ്വാറും ലാൻഡ് റോവറും എടുക്കുക എന്നുള്ളത്. എടുത്ത സമയത്ത് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ഇതൊരു കേസ് സ്റ്റഡിയിൽ ഞാൻ പഠിച്ചതായിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്തു. ഇത്രയൊന്നും പൈസ ആ കമ്പനിക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല, വലിയ നഷ്ടത്തിലാണ് ഈ കമ്പനി 2 കമ്പനികളെ വാങ്ങിച്ചിരിക്കുന്നത്, ഇത് വലിയ നഷ്ടം ഉണ്ടാക്കും, കമ്പനിക്ക് തകർച്ചയുണ്ടാക്കും, ഒത്തിരി ക്രിട്ടിസിസത്തിൻ്റെ കൂരമ്പുകൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടമായിരുന്നു അത്. യാതൊന്നിനും പ്രതികരിക്കാനായിട്ട് രത്തൻ ടാറ്റ പോയിട്ടില്ല. അദ്ദേഹം മൗനമായിരുന്നു കൊണ്ട് തൻ്റെ തീരുമാനത്തിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടതായിരിക്കുന്ന ലോഞ്ചിങ് സമയത്ത് എന്തെല്ലാം റീസ്റ്റാർട്ട് ചെയ്യണോ റീസ്റ്റാർട്ട് ചെയ്തു, റീ എൻജിനീയറിങ് വേണോ റീ എൻജിനീയറിങ് ചെയ്തു. അതിന് വേണ്ട പൂർണ്ണ ശ്രദ്ധയോടുകൂടി, പൂർണ്ണമായിരിക്കുന്ന ആ ഒരു താല്പര്യത്തോടെ, പ്ലാനിങ്ങോടുകൂടി അദ്ദേഹം ആ 2 വാഹനങ്ങളെ ഇറക്കി. ഇന്ന് ആ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്നത് ഈ 2 കമ്പനികളാണ്. ഒന്ന് ജാഗ്വാറും മറ്റൊന്ന് ലാൻഡ് റോവറും. അതുകൊണ്ട് തീരുമാനം ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് തെറ്റാണെന്ന് തോന്നിപ്പോയേക്കാം. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഘട്ടമായിക്കൊണ്ട് അതിനെത്ര ടൈം എടുത്ത് ഏത് രീതിയിൽ അതിനെ ലോഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടതായിരിക്കുന്ന പ്രോപ്പറായിരിക്കുന്ന പ്ലാനിങ്ങോടുകൂടി അതിൻ്റെ കാര്യത്തെ കൃത്യമായി ചെയ്തുകൊണ്ട് സമയാനുസാരം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടാസ്കിനും വിജയത്തിലെത്തിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ വാക്കിനോട് നന്നായി ചേരുന്നുണ്ട്. തെറ്റായ തീരുമാനമെടുത്തു എന്നതിനേക്കാൾ തീരുമാനമെടുക്കാതിരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥമായിരിക്കുന്ന അപകടം. ഒരു പക്ഷെ തെറ്റായി തോന്നുന്ന തീരുമാനം പിന്നെ ശരിയായേക്കാം. ഒരിക്കലും ഒരു കാര്യവും പൂർണ്ണമായി ശരിയാവാറില്ല, ഒരു കാര്യം പൂർണ്ണമായി തെറ്റുമാവാറില്ല. അതുകൊണ്ട് തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, പക്ഷെ വിഷമിക്കാതെ ശരിയായ തീരുമാനം എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അതേസമയം തീരുമാനമെടുക്കാൻ വൈകിച്ച് ഒരു കാര്യത്തിൻ്റെ ചാൻസ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും പൈസ അത് അവസാന ലക്ഷ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കരുത്. പൈസയാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഒരാൾ വളർന്നു വലുതായി കഴിയുമ്പോൾ, നമ്മൾ മുന്നൊരിക്കൽ പറഞ്ഞ പോലെ, ഒരു മരം വളർന്നു വലുതായി കഴിയുമ്പോൾ അതിലെ പഴങ്ങൾ അതിന് തന്നെത്താൻ വാല്യൂ കൊണ്ടുവരുന്ന പോലെ, നമ്മളൊരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കൂടെയുള്ള ആളുകൾ, അവരേറ്റവും നന്നായിട്ട് അവർക്ക് കൊടുക്കേണ്ട കെയറിങ് അവർക്ക് കൊടുത്തിരിക്കണം, അവർക്ക് അർഹിക്കുന്നതായിരിക്കുന്ന സൗകര്യങ്ങൾ കൊടുത്തിരിക്കണം. നമുക്ക് നാളെ വന്നോളും, പക്ഷെ ഇന്ന് വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. അവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്.
എസ്പെഷ്യലി നമ്മുടെ കൂടെ ഏറ്റവും കോറായി നിൽക്കുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. ആ കോർ ടീമിന് വേണ്ടതായിരിക്കുന്ന എല്ലാം ലാസ്റ്റ് എംപ്ലോയി വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ കൂടെ ഡിസിഷൻ എടുക്കാനുള്ള ആളുകൾ, നമ്മുടെ കൂടെ എന്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള ആളുകൾ, അവരുടെ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ നിങ്ങളുടെ കർത്തവ്യം പോലെ നിങ്ങൾ കാണണം. ഞാൻ ഓർത്തു പോവും, ഒരിക്കൽ റാണാ പ്രതാപിൻ്റെ കഥ പഠിക്കുന്ന സമയത്ത് റാണാ പ്രതാപിനും അദ്ദേഹത്തിൻ്റെ പടയാളികളെയും കുറിച്ച് അക്ബർ പറയുകയാണ്. ഇവരുടെ ഓരോ പടയാളിക്കും അവരുടെയാണ് ആ രാജ്യം എന്ന് തോന്നിപ്പോവില്ല, അവരെ രാജാവും തോന്നിപ്പോ, ഇത്രയധികം കമ്മിറ്റ്മെൻറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന്. ഉടനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു രജപുത്രനായിരിക്കുന്ന ഭഗവത് സിംഗ് അദ്ദേഹത്തിനോട് പറയുകയാണ്, രജപുത്രന്മാർ എസ്പെഷ്യലി റാണാ പ്രതാപും റാണാ ഉദയ് സിംഗും അവരുടെ പട്ടാളത്തിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആൾ പോലും അവരുടെ സ്വന്തം ഫാമിലി മെമ്പറായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ ആളുകളും നമ്മുടെ ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് നാവുമ്മലല്ല, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏത് സാഹചര്യത്തിലും അവരുടെ വിഷമത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ വിഷമത്തിനെയും കമ്പനിയുടെ വിഷമത്തിനെയും വില കൊടുക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളാണ് നമ്മുടെ റിയൽ അസറ്റ്. ആ അസറ്റിൽ നിന്നാണ് നിരന്തരമായി നമ്മുടെ കീശ വീർക്കാൻ പോകുന്നത്. അതിലൂടെയാണ് നമുക്ക് ലയബിലിറ്റി ഇല്ലാതെ അസറ്റ്സ് മാത്രമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഹ്യൂമൻ റിസോഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒന്ന്, ഒപ്പത്തിനൊപ്പം നമുക്കൊരു ബ്രാൻഡ് ആക്കാൻ വേണ്ടി കുറച്ച് പൈസ ചിലവഴിച്ചാലും വിരോധമില്ല. പക്ഷേ ആ ബ്രാൻഡ് നേടിക്കഴിഞ്ഞാൽ, നോക്കൂ, ഇന്ന് ടാറ്റ ഉദാഹരണം നമുക്കെടുക്കാം. ടാറ്റ സ്റ്റീൽ അതിൻ്റെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത ശേഷം ഏറ്റവും കോസ്റ്റ്ലി ആയിരിക്കുന്ന അയൺ ആയിക്കൊണ്ട് ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അത് മാർക്കറ്റിൽ നന്നായി പോകുന്നുണ്ട്. ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ സക്സസ് ആണ്. അതുവരെയുള്ള കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് ധനമായിട്ടാണെങ്കിലും ഏത് റിസോഴ്സ് ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പിന്നെ പ്രയോറിറ്റി കസ്റ്റമേഴ്സ്. ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു കമ്പനിയുടെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവുന്ന അങ്ങനെയുള്ള മെയിൻ കസ്റ്റമേഴ്സിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കണം. അതിനേക്കാൾ ഉപരി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഒരു ബിസിനസ്സിനെ അതിൻ്റെ ഏറ്റവും ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആളുകൾ ഡിസാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് സംതൃപ്തി കുറവ് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ ആളുകളെ വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ അവർ സംതൃപ്തരായി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു 5-6 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേമിനെ ഒരിക്കലും ആർക്കും തകർക്കാനാവില്ല. ഈ കോമ്പറ്റീഷൻ്റെ വേൾഡിൽ കോമ്പറ്റീഷൻ ഫോർ ദ സേക്ക് ഓഫ് കോമ്പറ്റീഷൻ എന്ന് നടക്കുന്ന ഈ കാലഘട്ടത്തിലും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാക്കാൻ വേണ്ടി യഥാർത്ഥ നിർണയം എടുക്കാനും, നിങ്ങളുടെ ധനം ബൈ പ്രൊഡക്റ്റാണ്. ഇതെല്ലാം ഒന്ന് ചേർന്ന് കഴിയുമുണ്ടല്ലോ, ഒഴുകി വരാൻ തുടങ്ങുന്ന ഒരു സാധനമാണ് ധനം. ഊർജ്ജം എവിടെയുണ്ടോ അവിടേക്ക് ധനം വരും. അതുകൊണ്ട് ഈ ഊർജ്ജങ്ങളെല്ലാം സേവ് ചെയ്യാൻ നോക്കിയാൽ മതി. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ ധനം നിങ്ങളുടെ അടുത്തേക്ക് തന്നെത്താൻ ഒഴുകി വന്നോളും. ഇന്ന് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ മെയിനായിട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് തവണയായി സിസ്റ്റർ ബിസിനസ് സ്ട്രാറ്റജി നന്നാവാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന എല്ലാ സഹോദരന്മാരും ഉണ്ട്, സഹോദരിമാരും ഉണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു എപ്പിസോഡിന്, ഈ ഒരു ഷെയറിങ്ങിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.